ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുവാണ്. അതിനുള്ള കാരണം ഇപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് NYBയുടെ ഓൾ ഐ നീഡ് മേക്കപ്പ് കിറ്റ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്തു. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറിയാണ് അവരുടേത്. അങ്ങനെ എനിക്ക് ഈ കിട്ടിയ സാധന സാമഗ്രികളെല്ലാം വെച്ച് എൻ്റെ കലാപരിപാടികൾ ഞാനിവിടെ ആരംഭിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ആദ്യം തന്നെ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ BB ക്രീമാണ്. ഈ BB ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കവറേജ് കിട്ടുന്ന, എൻ്റെ മുഖത്താണെങ്കിൽ നല്ല രീതിയിൽ കറുത്ത പാടുകളും കുരു വന്നു പോയ പാടുകളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ഒരു ക്രീമായിരുന്നു BB ക്രീം. ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷ് ആണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സംഭവം കിറ്റ് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്താണ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ കണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബ്ലഷ് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കോമ്പാക്ട് പൗഡർ അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾക്കെല്ലാം ഞാൻ കൈ തന്നെയാണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ ബ്രഷും കാര്യങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല. ഇതെല്ലാം ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് ഇതെല്ലാം പുതുമയുള്ള കാര്യങ്ങളാണ്. ഇനി പോകെ പോകെ ഞാനിതെല്ലാം വാങ്ങാട്ടോ. പിന്നെയുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കണ്ണെഴുത്ത് കലാപരിപാടിയാണ്. ഇതിനിടയ്ക്ക് എൻ്റെ കൂട്ടുകാരിയുടെ കുഞ്ഞും അനിയത്തിയും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയും ഞാൻ ഈ പട്ടിഷയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ ബ്രദറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജിതിൻ ചേട്ടായുടെ എൻഗേജ്മെന്റിനാണ്. അത് പ്രോഗ്രാം നടക്കുന്നത് കുട്ടിക്കാനത്ത് വെച്ചാണ്. പ്രോഗ്രാം 11 മണിക്ക് തുടങ്ങുമെങ്കിൽ ഞാൻ 10:30 ഇരുന്നാണ് ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ല, 10 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ണെഴുതി എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പരിപാടിയാണ് ഈ കണ്ണെഴുത്ത്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് മസ്കാര ഇട്ടു. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ലിപ്സ്റ്റിക് ഇടലാണ്. ഈ കിറ്റിന്റെ കൂടെയുള്ള ലിപ്സ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരെണ്ണമാണ് കേട്ടോ. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം തോന്നിയില്ല. അതിന് പകരം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡാസറിന്റെ അല്പം ഡാർക്ക് ബ്രൗണിലുള്ള ഒരു ലിപ് ഷെയ്ഡ് ഞാൻ ആദ്യം ഒരു ലിപ് ലൈനർ പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കിറ്റിലുള്ള ലിപ്സ്റ്റിക്ക് എൻ്റെ സ്കിന്നിൽ ഇട്ട് കൊടുത്തത്. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഷെയ്ഡ് ഏതാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കിറ്റിൽ ഉള്ള മേക്കപ്പ് കിറ്റിലുള്ള ലിപ്സ്റ്റിക്കും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു ഫിനിഷിങ് കിട്ടി. ആ ഡ്രസ്സിനും നല്ല രീതിയിൽ മാച്ച് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ് ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ മുടി കെട്ടുന്ന കാര്യം, ഹെൽമെറ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുടി എങ്ങനെ കെട്ടിയാലും വൃത്തിയായിട്ട് കിടക്കുകയെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ മുടി കെട്ടിലൊന്നും ഒത്തിരി കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പിന്നെ ഈ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചത്തേക്ക് കിളി പോയ പോലത്തെ ഫീൽ ഉണ്ടായിരുന്നേ. പിന്നെ കൈകൊണ്ട് അതെല്ലാം നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേച്ച് ഞാൻ ഇടാൻ പോകുന്ന ചെരുപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ